അടുത്ത കാലത്ത് ആയുർവേദം വളരെയധികം പോപ്പുലർ ആവാൻ കാരണം പഞ്ചകർമ്മ ചികിത്സ കൂടെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇന്നിപ്പോൾ ആയുർവേദം പോപ്പുലറായത് പ്രധാനമായിട്ടും ഈ ടൂറിസം എന്നുള്ള ഒരു ഇതിൽ കൂടെയാണ് ആയുർവേദം വളരെയധികം പോപ്പുലർ ആവാൻ കാരണം. പക്ഷേ അത് കേരളത്തിൻ്റെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ എന്ന് എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കിന്നിപ്പോൾ എവിടെ പോയാലും, കേരളത്തിന് പുറത്ത് എവിടെ പോയാലും, ഇപ്പോൾ ഡൽഹിയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലായാലും, ഈവൻ വിദേശത്ത് പോയപ്പോലും ഈ ആയുർവേദ ചികിത്സ ചെയ്യുന്നതിൽ ഒരു ബോർഡ് നമുക്ക് കാണാം, ട്രഡീഷണൽ കേരള പഞ്ചകർമ്മ ചികിത്സ എന്ന് കാണാം. അപ്പോൾ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ അത് ഒരു കാരണം തന്നെയാണ്. പക്ഷെ അതേസമയം ഇന്ന് ഈ ആയുർവേദം പഞ്ചകർമ്മ ചികിത്സകൾ എനിക്ക് ഈ നേരത്തെ സൂചിപ്പിച്ചാൽ ഈ സ്പാ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പഞ്ചകർമ്മ വ്യാപിച്ചിട്ട് ആയുർവേദത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ആയുർവേദം വളരെ എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ജരാനരകൾ മാറ്റി ഓജസ്സും ശക്തിയും വർദ്ധിപ്പിച്ച് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന കായകൽപ്പ ചികിത്സ പോലും ചെയ്യാൻ പ്രാപ്തിയുള്ള ചികിത്സകരാണ് ഇപ്പോഴുള്ളവർ. അതിനുള്ള സാഹചര്യം ആവശ്യമാണ്. ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞവരാണ് ഇവർ. നിർധനരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് ഇവർ. ചികിത്സയ്ക്ക് പണം മുടക്കാൻ സാമ്പത്തിക ഭദ്രതയില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സയുണ്ട് ഈ ആതുരാലയത്തിൽ. അതിനായി എന്നും OP പ്രവർത്തിക്കുന്നു. ചികിത്സയും വേണ്ടുന്ന ആയുർവേദ മരുന്നുകളും തീർത്തും സൗജന്യമാണ്. ആയുർവേദത്തിൽ അഷ്ടാംഗം എന്ന് പറയുന്നത് എന്താണ്? പീഡിയാട്രിക്സ് നോയിലെ കായബാല ഗൃഹോർധ്വാംഗ ശല്യദംഷ്ട ജരാവൃഷൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കായ ചികിത്സ, ബാല ചികിത്സ, ശല്യ ചികിത്സ, ഗൃഹചികിത്സ, കായബാല ഊർധ്വാംഗ ചികിത്സ, ദംഷ്ട ചികിത്സ, ജരാ ചികിത്സ, വൃഷ ചികിത്സ, അങ്ങനെ 8 ആയിട്ടാണ് പറയുന്നത്. ഈ 8 ചികിത്സ അന്ന് 8 ബ്രാഞ്ചുള്ളൂ. പക്ഷെ ഇന്നൊക്കെ അത് ഈ പുതിയ നിയമമനുസരിച്ച് അതിനെ ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ട് 14 ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം 8 ഡിപ്പാർട്ട്മെൻറ്റാണ് ആയുർവേദത്തിലുള്ളത്. ആയുർവേദ ശാസ്ത്രം മഹാസാഗരം പോലെ എത്ര പഠിച്ചാലും തീരാത്ത അറിവുകളുടെ സാഗരം. ഇവിടെ അറിവുകളുടെ പൊൻമുത്തുകൾ കണ്ടെത്തി തന്റെ മക്കൾക്ക് നൽകുന്നതിൽ നാരായണൻ മൂസ് എന്നും സമയം കണ്ടെത്തുന്നു. ആയുർവേദത്തിലെ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് നാരായണൻ മൂസ്. ധനികർക്ക് മാത്രമല്ല ദരിദ്രർക്കും രോഗം വരുമെന്നും അതിനനുസരിച്ച് ചികിത്സയെ പൊരുത്തപ്പെടുത്തണമെന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദരിദ്രർക്ക് വേണ്ടി അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഇന്ന് പറയുമ്പോൾ പലരും പറയുന്നുണ്ട് ആയുർവേദ ചികിത്സ വളരെ കോസ്റ്റ്ലിയാണ്. അത് ഒരു പരിധിവരെയൊക്കെ കുറേ ഇത് ശരിയാണ്, ഇല്ല പറയുന്നില്ല. കാരണം അതിന് പ്രധാന കാരണം ഈ റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കോസ്റ്റ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളത് ഉദ്ദേശിച്ചിട്ട് ഞങ്ങളൊരു വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ എന്ന വലിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും 100 രോഗികൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ്, OP ട്രീറ്റ്മെൻറ്റും, ഒരു 10 രോഗികൾക്ക് ഫ്രീ ചികിത്സ IP ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. അത് ഒരു ദിവസം നല്ലൊരു നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഈ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ബേസിൽ ആ സെൻറ്ററിനെ ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ആയുർവേദ ഫോർ ക്രോണിക് ജോയിൻറ്റ് ഡിസോർഡേഴ്സ് എന്നുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇതിനു വേണ്ടി അവർ തന്നിട്ടുണ്ട്. അതെന്നുവെച്ചാൽ ഈ ക്രോണിക് ജോയിൻറ്റ് ഡിസോർഡേഴ്സിൽ 5-6 തരത്തിലുള്ള രോഗങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും റുമാറ്റോയിഡ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള അവിടെ ഒരു രോഗികളെയൊക്കെ എടുത്ത് ചികിത്സിക്കാനും 40 ബെഡുള്ള ഹോസ്പിറ്റലിന് വേണ്ടിയും ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ സംഖ്യ തന്നിട്ടുണ്ട്. അവിടെ 50% ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റും ബാക്കി 50% ആ ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട്, അതായത് ഈ താഴെക്കടയിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക രീതി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകാൻ വേണ്ടി ഒരു സ്കീം ആയുഷ് ഗവൺമെൻറ് അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അത് മിക്കവാറും അടുത്ത ജൂലൈ കൂടി ആ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിക്കും. ആയുർവേദ മരുന്നുകളുടെ ഗുണനിലവാരം എത്ര തന്നെ ഉണ്ടായാലും മരുന്നുകൾ രോഗികളിൽ പ്രയോഗിക്കുമ്പോൾ അതിന് ഒരു സമയനിഷ്ഠ അനിവാര്യമാണ്. മറ്റ് മരുന്നുകൾ പോലെ വളരെ എളുപ്പത്തിൽ ശരീരത്തിൽ പ്രയോഗിക്കാനുള്ളതല്ല ആയുർവേദ മരുന്നുകൾ. കൃത്യനിഷ്ഠയും വൈദ്യൻ പറയുന്ന സമയനിഷ്ഠയും പഥ്യവും അനുസരിച്ചാൽ
ആയുർവേദ മരുന്നുകൾ ശാശ്വതമായ പരിഹാരമാണ്, സാന്ത്വനമാണ് രോഗികൾക്ക് പ്രദാനം ചെയ്യുന്നത്. അധികവും ഇവിടെ വരുന്ന പക്ഷാഘാതം, പിന്നെ ഈ സ്കിൻ ട്രബിൾ പാരാലിസിസ്, പിന്നെ ഈ സ്കിൻ ട്രബിൾ സോറിയാസിസ്, പിന്നെ അധികവും ഇന്നത്തെ ഈ പുതിയ യുഗത്തിൽ, അതായത് ഈ വ്യായാമമോ അല്ലെങ്കിൽ മറ്റ് ചിട്ടകളൊന്നും പാലിക്കാതെ കൂടുതൽ വരുന്നത് സ്പോണ്ടിലോസിസ്, ബാക്ക് പെയിൻ, വേദന, കഴപ്പ്. അതായത് ഈ ആഹാര വിഹാരങ്ങളിൽ വരുന്ന ചിട്ടയില്ലായ നിർണ്ണയമില്ലാത്തതുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം വരുത്തിക്കൂട്ടുന്ന രോഗങ്ങളാണ് കൂടുതൽ. ആയുർവേദ രംഗത്ത് പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് വളരെയധികം വിശകലനം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പഞ്ചകർമ്മ ചികിത്സ? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും 5 തരത്തിലുള്ള ചികിത്സ എന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയല്ല, ഈ 5 അതിൽ കൂടുതൽ ചികിത്സകളുണ്ട്. അതും ഈ പഞ്ചകർമ്മം മറ്റുള്ള രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗികൾക്കും മറ്റുള്ള ആളുകൾക്കും അതിൽ കൂടുതൽ ഒരു വിശ്വാസമുണ്ട്. അതിലും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഈ അഷ്ടവൈദ്യ പാരമ്പര്യങ്ങളുള്ള കുടുംബങ്ങളിലുള്ള ആൾക്കാർ ഈ പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ ചില കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം, അതുപോലെ ചികിത്സ കഴിഞ്ഞാൽ അതിൻ്റെ നല്ലരിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കാൾ കൂടുതൽ നിർബന്ധവും അല്ലെങ്കിൽ നിഷ്കർഷയും പാലിക്കാറുണ്ട്. നല്ലിരിക്ക എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പിഴിച്ചിലോ കിഴിയോ മറ്റുള്ള ചികിത്സകളോ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്യണത്. പക്ഷേ ഞങ്ങളിപ്പോൾ എത്ര ദിവസമാണ് ചികിത്സ ചെയ്തതെന്ന് വെച്ചാൽ അത്ര ദിവസം കൂടിയും പഥ്യമായിട്ട് നെല്ലരിക്കയിൽ ഇവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ ഒരാഴ്ച നിൽക്കുമ്പോൾ രോഗിക്ക് മാനസികമായിട്ടുണ്ടെങ്കിലും പക്ഷേ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അങ്ങോട്ട് അതുകൊണ്ട് പലപ്പോഴും വെച്ചാണ് കാണാറ്. ആയുർവേദത്തിന്റെ കുലപതികൾക്ക് വേണ്ടത്ര ആദരവും അംഗീകാരം നൽകിയിട്ടുണ്ട്. ചിന്തയിലിട്ടെടുക്കുന്ന ചിന്തകൾക്ക് നീലകണ്ഠൻ മൂസിന് നൽകിയത് 1992 പത്മശ്രീ പുരസ്കാരമാണ്. E.T. നാരായണൻ മൂസിന് 2010 പത്മഭൂഷൺ നൽകി ആദരിച്ചു ഭാരത സർക്കാർ. അംഗീകാരങ്ങളുടെ തിളക്കം ഏറെയുണ്ട് തൈക്കാട്ടുശ്ശേരി മനയിലെ ആയുർവേദ പാരമ്പര്യത്തിന്. ഋഷീശ്വരന്മാരുടെ കാലം തൊട്ട് നാം അനുവർത്തിച്ച ഏറ്റവും സമ്പന്നമായ ചികിത്സാരീതി ആയുർവേദമായിരുന്നു. പഞ്ചമവേദമായ ആയുർവേദം നൽകിയ ആരോഗ്യത്തിന്റെ എത്രയോ കഥകളാണ് പുരാണങ്ങളിൽ. സമ്പൂർണ്ണ ആരോഗ്യം ആയുർവേദത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ആയുർവേദത്തിലെ എക്കാലത്തെയും അഗ്രഗണ്യന്മാരായ തൈക്കാട്ടുമനയിലെ വൈദ്യസമൂഹം തിരിച്ചറിയുന്നു. പൂർണ്ണമായി കഴിയുന്നു എന്ന് വെച്ചാൽ അതിൽ പറയുന്ന വിധത്തിൽ ഉള്ള ഒരു ദിനചര്യ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരുവിധം പൂർണ്ണാരോഗ്യം കിട്ടും. നിരന്തരമായ സാധനയിലൂടെ, അന്വേഷണങ്ങളിലൂടെ, ചിന്തകളിലൂടെ കരഗതമായ ആയുർവേദ അറിവുകൾ പുതിയ കാലത്തിനും മനുഷ്യരാശിക്കും നൽകാനായി പ്രാർത്ഥനാപൂർവം പകർന്നേകുകയാണ് അറിവിന്റെ മറ്റൊരു വാക്കും അർത്ഥവുമായി മാറിയ ധിഷണാശാലി അഷ്ടവൈദ്യൻ E.T. നാരായണൻ മൂസ് പുതിയ തലമുറയിലേക്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9446079537.